ഹായ് എല്ലാവർക്കും നുമിസ്മാറ്റിക്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താവുന്ന എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത കുറച്ച് കറൻസീസാണ്. കുറച്ചല്ല 3 ഡിഫറെൻറ്റ് കറൻസീസാണ് എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്തിരിക്കുന്നത്. ആ ഒരു കറൻസിക്കൊക്കെ ഒരു ചെറിയൊരു പ്രത്യേകത ഉണ്ട്. ആ ഒരു പ്രത്യേകത ഞാൻ എൻ്റെ വീഡിയോ വഴി അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു വീഡിയോ അവസാനം വരെ കാണുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് മേടിച്ച ആ ഒരു കറൻസിയൊക്കെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് മേടിച്ച 3 ഡിഫറെൻറ്റ് കറൻസി ഒന്ന് ഇതാണ്. 10 രൂപ നമ്മുടെ ഈ ഒരു കറൻസി നമുക്ക് സർക്കുലേഷനിൽ കിട്ടുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. UNC കണ്ടീഷനൊക്കെ കിട്ടുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുള്ള കറൻസിയാണ്. അപ്പോൾ ഈ ഒരു 10 രൂപ രഘുറാം ജി രാജൻ സിഗ്നേച്ചർ ചെയ്ത ഈ ഒരു 10 രൂപ ഇഷ്യൂ കറൻസിയും മഹാത്മാഗാന്ധിയുടെ ഹെഡ് ഫേസ് വരുന്ന കറൻസി തന്നെയാണ്. അതുപോലെ തന്നെയാണ് അടുത്ത് ഞാൻ എൻ്റെ കളക്ഷനിലേക്ക് ആഡ് ചെയ്തിരിക്കുന്ന 20 രൂപ ഈ ഒരു ഇഷ്യൂ ആണ്. നമ്മുടെ ബീച്ചിൻ്റെ ആ ഒരു 20 രൂപ ആ ഒരു ഇഷ്യൂ തന്നെയാണ്. ഇപ്പോൾ നമുക്ക് ഈ ഒരു കറൻസിയൊക്കെ സർക്കുലേഷനിൽ ഒരുപാട് അവൈലബിൾ ആണ്. എന്നാൽ UNC നമുക്ക് സർക്കുലേഷനിൽ കിട്ടുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെയാണ് 20 രൂപയുടെ ഈ ഒരു കറൻസിയും രഘുറാം ജി രാജനാണ് ഈ ഒരു കറൻസി സിഗ്നേച്ചർ ചെയ്തിരിക്കുന്നത്. നേരത്തെ പരിചയപ്പെടുത്തിയ ഈ ഒരു കറൻസിയും രഘുറാം ജി രാജൻ സിഗ്നേച്ചർ ചെയ്തിരിക്കുന്ന കറൻസിയാണ്. നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും രഘുറാം ജി രാജൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു സിഗ്നേച്ചർ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു 3 ഡിഫറെൻറ്റ് കറൻസിയാണ് എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു കറൻസിയുടെ പ്രത്യേകതകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു കറൻസിയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു കറൻസിയുടെ സീരിയൽ നമ്പർ തന്നെയാണ്. എന്തെന്നാൽ ഈ ഒരു കറൻസിയുടെ സീരിയൽ നമ്പർ നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും 0000099 എന്നുള്ള ഒരു സീരിയൽ നമ്പറാണ് ഈ ഒരു കറൻസിക്കുള്ളത്. അതായത് ഇങ്ങനെയുള്ള ലാസ്റ്റ് ഡിജിറ്റൊക്കെ ഡിഫറെൻറ്റ് ടൈപ്പിൽ വരുന്ന സീരിയൽ നമ്പറിനൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു പ്രൈസിൽ ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള കറൻസികളാണ്. അപ്പോൾ ചില കറൻസികൾക്ക് നമുക്ക് ഇവിടെ വരുന്നത് 00000 എന്നിട്ട് 1 എന്നൊക്കെ വരും. ഈ ഒരു കറൻസിയുടെ മുൻവശം ചിലപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള സീരിയൽ നമ്പർ വരും. ഇപ്പോൾ 10 lakh വരും, 666 അങ്ങനെയുള്ള സീരിയൽ നമ്പർ വരും, 999 അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ഒരുപാട് സീരിയൽ നമ്പർ അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പായിട്ട് വരുന്ന ഒരുപാട് സീരിയൽ നമ്പേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കളക്ഷനിലേക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു 3 ഡിഫറെൻറ്റ് ടൈപ്പായിട്ട് വരുന്ന കറൻസീസാണ്. നമുക്കിവിടെ നോക്കി മനസ്സിലാവും ഇതിൻ്റെ അവസാനം വന്നിരിക്കുന്ന സീരിയൽ നമ്പറിൻ്റെ അവസാനം വന്നിരിക്കുന്ന 99 എന്നുള്ള സീരിയൽ നമ്പറാണ്. അതുപോലെ തന്നെയാണ് അടുത്ത എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ആഡ് ചെയ്തിരിക്കുന്ന 20 രൂപയുടെ സീരിയൽ നമ്പറിലാണ് നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും 99 എന്നുള്ള ആ ഒരു സീരിയൽ നമ്പറാണ് വരുന്നത്. അതുപോലെ തന്നെയാണ് അടുത്ത എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ആഡ് ചെയ്തിരിക്കുന്ന സീരിയൽ നമ്പറിൻ്റെ ഏറ്റവും അവസാനം 30 എന്നുള്ള ആ ഒരു സീരിയൽ നമ്പറാണ് വരുന്നത്. അതായത് സെൻറ്റർ മാത്രം 3ഉം ബാക്കിയെല്ലാം 0 വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പായിട്ട് വരുന്ന സീരിയൽ നമ്പർ കളക്ഷനൊക്കെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള സീരിയൽ നമ്പർ കളക്ഷനൊക്കെ അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു ഡിമാൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നല്ല നല്ല കറൻസികളൊക്കെ വരുന്നുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ സീരിയൽ നമ്പർ വൈസ് കളക്ഷൻ ചെയ്യുന്നത് പഴയ കറൻസി കളക്ഷനിലേക്കാണ് സീരിയൽ നമ്പർ വൈസ് ഞാൻ കളക്ഷൻ ചെയ്യുന്നത് ഡിഫറെൻറ്റ് ടൈപ്പായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള സീരിയൽ നമ്പർ വരുന്ന കറൻസികൾക്കൊക്കെ അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കറൻസീസ് ഒക്കെ ഉണ്ട്. ഞാനിപ്പോൾ 3 കറൻസീസാണ് എൻ്റെ കളക്ഷനിൽ മേടിച്ചിരിക്കുന്നത്. എല്ലാം നല്ല UNC കണ്ടീഷൻ കറൻസീസാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലുള്ള സീരിയൽ നമ്പർ കറൻസി കളക്ഷൻ ചെയ്യുവാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ നല്ലൊരു UNC കണ്ടീഷൻ കറൻസി കളക്ഷനൊക്കെ ചെയ്യാൻ നോക്കുക. എന്നാൽ ഈ ഒരു കറൻസിയുടെ യൂസർ കണ്ടീഷനായിട്ട് വരുന്ന കറൻസികൾക്കൊക്കെ മാർക്കറ്റിൽ വില കുറവും നല്ലൊരു UNC കണ്ടീഷൻ വരുന്ന കറൻസികൾക്കൊക്കെ മാർക്കറ്റിൽ അത്യാവശ്യം ചെറിയൊരു പ്രൈസാണ് വരുന്നതെങ്കിലും തീർച്ചയായും നമുക്ക് ഫ്യൂച്ചറിൽ നല്ലൊരു പ്രൈസിൽ ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള സീരിയൽ നമ്പർ വരുന്ന കറൻസികളൊക്കെയാണ്. അപ്പോൾ ഇതിനേക്കാളും നല്ലൊരു വില കിട്ടുന്ന സീരിയൽ നമ്പറൊക്കെ വരുന്ന കറൻസികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊക്കെ വീഡിയോ നമ്മുടെ ഒരു ചാനൽ വഴി നമ്മൾ തുടർന്ന് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ഒരു ചാനൽ തുടർന്നും കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൈവശമല്ല ഇതുപോലുള്ള സീരിയൽ നമ്പർ കറൻസി കളക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മളെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.